അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ കോട്ടവട്ടത്ത് 1909 മാർച്ച് 30 ലളിതാംബിക അന്തർജനം ജനിച്ചത്. സമ്പന്നമായ ഒരു പ്രഭുകുടുംബത്തിൽ ജനിച്ച ബ്രാഹ്മണ പെൺകുട്ടിക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടായിരുന്നുവെങ്കിലും വീട്ടിലിരുന്ന് മലയാളവും സംസ്കൃതവും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അവൾ പഠിച്ചു. ചെറുപ്പകാലം തൊട്ട് തൻ്റെ സമുദായത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒക്കെ ബലിയാടാകേണ്ടി വന്ന നമ്പൂതിരി സ്ത്രീകളുടെ വേദനകൾ അടുത്തുനിന്ന് മനസ്സിലാക്കിയ ആളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അന്തർജനത്തിൻ്റെ കുട്ടിക്കാലത്ത് അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന കൗമാരഭാവനകൾ സ്ത്രീ സ്വാതന്ത്ര്യവും സാമുദായിക പരിഷ്കരണവുമൊക്കെയാണ്. അനേകം നിർഭാഗ്യവതികളായ നമ്പൂതിരി സ്ത്രീകളുടെ ദുഃഖം സ്വന്തം ദുഃഖമായി ഏറ്റെടുത്ത് ആ ദുഃഖത്തിൻ്റെ തീവ്രത തൻ്റെ അനേകം കഥകളിലൂടെ പുറം ലോകത്തിനവർ കാട്ടിക്കൊടുത്തു. കഥാസമാഹാരങ്ങളും കവിതാസമാഹാരങ്ങളും ആത്മകഥകളും സാഹിത്യ പഠനങ്ങളുമൊക്കെയായി കുറേയധികം കൃതികൾ, ഏകദേശം 25-ലേറെ കൃതികൾ അന്തർജനത്തിൻ്റേതായുണ്ട്. എന്നാൽ മലയാളിയും മലയാള സാഹിത്യവും ഉള്ള കാലത്തോളം സൂര്യതേജസ്സോടെ ജ്വലിച്ചു നിൽക്കുന്നതാണ് അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവൽ. വീണ്ടും വീണ്ടുമുള്ള വായനയിൽ ഹൃദയത്തിൽ ആഴത്തിൽ തറഞ്ഞുകയറുന്ന വാക്കുകൾ, ആ കഥാകാരിയുടെ പാദം തൊട്ട് നെറുകയിൽ വയ്ക്കാൻ തോന്നുന്ന ആഖ്യാന രീതി, ഇത്രയേറെ ഹൃദയദ്രവീകരണ ശേഷിയുള്ള ആ നോവലിന് 1976 വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ് ഇവയൊക്കെ ലഭിക്കുകയുണ്ടായി. 1927 അവരുടെ വിവാഹം. മനുഷ്യത്വത്തിൻ്റെ ദൈന്യത അലിവേറിയ അക്ഷരങ്ങളിലൂടെ അവതരിപ്പിച്ച് മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ആ കഥാകാരി 1987 ഫെബ്രുവരി 6 78-ാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. അഗ്നിസാക്ഷി ഒരു ആസ്വാദനം. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി ദേവകി അന്തർജനത്തിൻ്റെ കഥയാണ്. തങ്കം നായരുടെ വാക്കുകളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് നീങ്ങുന്നത്. മാനമ്പിള്ളി മനയ്ക്കലെ ഉണ്ണി നമ്പൂതിരി വേളി കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയായിരുന്നു തേതിക്കുട്ടി. അവർ പുരോഗമനവാദിയായ PKP നമ്പൂതിരിയുടെ അനുജത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇളങ്കാറ്റേറ്റാണവൾ വളർന്നത്. പക്ഷേ കടുത്ത യാഥാസ്ഥിതികരായിരുന്നു മാനമ്പിള്ളി മനയ്ക്കലെ ആളുകൾ. ജ്യേഷ്ഠൻ തിരുമേനി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഭരണം അപ്പൻ തിരുമേനിക്കായിരുന്നു. അപ്പൻ തിരുമേനി നായർ വീട്ടിലെ അമ്മാളൂട്ടിയെ വിവാഹം കഴിച്ച് ഇല്ലത്ത് കൊണ്ടുവന്ന് പത്തായപ്പുര പുതുക്കി അതിന് കച്ചേരി മാളിക എന്ന് പേരിട്ട് അവിടെ താമസിപ്പിച്ചു. ഇല്ലത്തുള്ളവർക്കൊക്കെ അതൃപ്തി ഉണ്ടായിരുന്നുവെങ്കിലും അപ്പനെ പേടിച്ച് ആരും ഒന്നും മിണ്ടിയില്ലെന്ന് മാത്രം. പല സന്താനങ്ങൾ മരിച്ച ശേഷം ലഭിച്ച ഏകപുത്രിയായിരുന്നു തങ്കം. ജ്യേഷ്ഠൻ തിരുമേനിയുടെ മക്കളായ ഉണ്ണി നമ്പൂതിരിയും അനിയനും തങ്കത്തെ സ്വന്തം അനുജത്തിയെപ്പോലെ സ്നേഹിച്ചു. ഉണ്ണി തൻ്റെ വേളി നിശ്ചയിച്ചപ്പോൾ ആരും അറിയാതെ കച്ചേരി മാളികയിലെത്തി ഏട്ടത്തി വരാൻ പോകുന്ന വിവരം തങ്കത്തെ അറിയിച്ചു. ആരും അറിയാതെ എന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. തങ്കം ഒരു നായർ സ്ത്രീക്ക് ജനിച്ച കുട്ടിയാണല്ലോ, അപ്പോൾ ഐത്തം പാലിക്കണമല്ലോ. പക്ഷേ തങ്കത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഏട്ടൻ നമ്പൂതിരി ആ വിലക്കുകൾ മറികടന്നിരുന്നു. ഉണ്ണിയേട്ടൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അവൾക്കായില്ല. കുളക്കടവിൽ വെച്ചാണ് ഏട്ടത്തിയെ അവൾ കാണുന്നത്. നിമിഷ നേരം കൊണ്ട് അവർ പരസ്പരം ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുത്തു. തേതിയേട്ടത്തിക്ക് തൻ്റെ മനസ്സ് തുറന്നു കാണിക്കാൻ പറ്റിയ ആളായിരുന്നു തങ്കം. വിവാഹം കഴിഞ്ഞതോടെ ഉണ്ണി നമ്പൂതിരിയുടെ ചുമതലകൾ കൂടി. പൂജയും തേവാരവും കുടുംബകാര്യസ്ഥതയും ഉണ്ണിക്കായി. അമ്മയുടെ നിയന്ത്രണത്തിലായിരുന്ന ഉണ്ണി നമ്പൂതിരിക്ക് ഭാര്യയോടൊപ്പം വളരെ അപൂർവമായി മാത്രമേ കഴിയാൻ സാധിച്ചിരുന്നുള്ളൂ. അടുക്കളയിലും തേവാരക്കെട്ടിലും മാത്രം ഒതുങ്ങിക്കഴിയേണ്ടതാണ് ആത്യന്മാരുടെ ജീവിതം. രാമായണവും ശിവപുരാണവും മാത്രമേ അവർക്ക് വായിക്കാൻ വിധിച്ചിട്ടുള്ളൂ എന്നാണ് ഉണ്ണി നമ്പൂതിരിയുടെ അമ്മയുടെ ഭാവം. പക്ഷേ തങ്കത്തിൻ്റെ സഹായത്താൽ തേതിക്കുട്ടിക്ക് ധാരാളം വായിക്കാൻ സാധിച്ചു. മാനമ്പിള്ളി മനയ്ക്കലെ ആചാരങ്ങളും അസ്വാതന്ത്ര്യവും ഭർത്താവിൻ്റെ അനുഷ്ഠാനബദ്ധമായ ജീവിതവും ഒക്കെ കൂടി തേതിക്കുട്ടിയെ ഭ്രാന്ത് പിടിപ്പിക്കുമായിരുന്നു. ഒരാശ്വാസമായി തങ്കം ഉണ്ടായിരുന്നില്ലെങ്കിൽ. തേതിക്കുട്ടിയുടെ സങ്കടങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ തങ്കത്തിനേ ആയുള്ളൂ. ഏട്ടത്തിയെ കുറച്ചുകൂടി സ്നേഹിക്കാൻ അവൾ ഉണ്ണി നമ്പൂതിരിയെ ഉപദേശിച്ചു. മാനമ്പിള്ളി ഇല്ലത്ത് ഇതൊന്നും നടപ്പില്ല. ഇവിടെ സുഖത്തിനല്ല ധർമ്മത്തിനാണ് ഗൃഹസ്ഥാശ്രമം, ഭോഗത്തിനല്ല ത്യാഗത്തിനാണ് ദാമ്പത്യം. ജീവിതം ഒരു യജ്ഞമാണ് കുട്ടി, അഗ്നിഹോത്രമാണ്. ഒടുവിൽ ഏട്ടത്തിക്കും അത് മനസ്സിലാവും. ഇങ്ങനെയായിരുന്നു ഉണ്ണി നമ്പൂതിരിയുടെ മറുപടി.
മാനമ്പിള്ളി മനയ്ക്കലെ അസ്വാതന്ത്ര്യത്തിൻ്റെ ചൂട് അസഹ്യമായപ്പോൾ തേതിക്കുട്ടി വീട് വിട്ട് സ്വന്തം ഇല്ലത്തേക്ക് പോയി. ഉണ്ണി നമ്പൂതിരി തിരികെ വിളിക്കുകയോ തേതിക്കുട്ടി തിരികെ വരികയോ ചെയ്തില്ല. മരണാസന്നയായ അമ്മയെ കാണാൻ വേണ്ടി ഭർത്താവിൻ്റെ വീട്ടുകാരുടെ വിലക്കിനെ മറികടന്ന് ഇറങ്ങിപ്പോയ അവളെ അവർ വിധിയാമണ്ണം പടിയടച്ച് പിണ്ടം വയ്ക്കുകയും ചെയ്തു. എല്ലാ സ്ത്രീകളെപ്പോലെ തൻ്റെ ഭർത്താവിൻ്റെ ഉത്തമയായ ഭാര്യയായി അയാളുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് സന്തോഷകരമായൊരു കുടുംബജീവിതം ആഗ്രഹിച്ചാണ് തേതിക്കുട്ടിയും മാനമ്പിള്ളി ഇല്ലത്തേക്ക് കടന്നു വന്നത്. പക്ഷേ ദേവകി മാനമ്പിള്ളിയായി, ദേവി ബഹനായി, സുമിത്രാനന്ദ സരസ്വതിയായി ഒക്കെ ഓരോ ഘട്ടത്തിലും രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക്. ഉപരിപഠനത്തിനായി തങ്കം പട്ടണത്തിലേക്ക് പോയപ്പോൾ തേതിക്കുട്ടി ആ ഇല്ലത്ത് തീർത്തും ഒറ്റപ്പെട്ടു പോയിരുന്നു. ആ ഏകാന്തത ഒരു വീർപ്പുമുട്ടലായി മാറിയിരുന്നിരിക്കാം. ഏതായാലും പിറന്നില്ലത്തേക്കുള്ള അവരുടെ പോക്ക് എന്നേക്കുമായിട്ടുള്ളതായിരുന്നു. പിന്നീട് ദേവകി മാനമ്പിള്ളി എന്ന പേരിൽ സാമൂഹ്യ പരിഷ്കരണ സംരംഭങ്ങൾ ആരംഭിച്ചത് തങ്കം പത്രങ്ങളിലൂടെ അറിയുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന തലക്കെട്ടോടെ പരിഷ്കൃത രീതിയിൽ സാരിയും ബ്ലൗസും ധരിച്ച് തലയുയർത്തി പ്ലാറ്റ്ഫോറത്തിൽ നിൽക്കുന്ന ദേവകി മാനമ്പിള്ളിയുടെ ചിത്രം തങ്കത്തിൻ്റെ ഓർമ്മയിലുണ്ട്. അപ്രതീക്ഷിതമായായിരുന്നു അഭൻ്റെ മരണം. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ തങ്കത്തിനും അമ്മയ്ക്കും മനയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് പടിയിറങ്ങേണ്ടി വന്നു. നമ്പൂതിരി ഇല്ലങ്ങളിലെ അനാചാരങ്ങളുടെ ഫലമായി ഐത്താചാരങ്ങളുടെ പേരിൽ തൻ്റെ അച്ഛൻ്റെ മൃതശരീരത്തിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാനോ എന്തിന് ഒന്ന് തൊടാൻ പോലുമോ ആരും അവളെ അനുവദിച്ചില്ല. തങ്കത്തിൻ്റെ വാശിയും അഹങ്കാരവും ആശകളുമൊക്കെ അവിടെ അവസാനിച്ചു. അമ്മ എത്ര നിർബന്ധിച്ചിട്ടും പിന്നീടവൾ കോളേജിൽ പോയില്ല. അടുത്ത ജന്മത്തിലും ഈ അഭൻ തിരുമേനിയുടെ മകളായി അച്ഛനും മകൾക്കും പരസ്പരം തൊടാൻ കഴിയുന്നവണ്ണം ജനിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. തങ്കത്തിൻ്റെ അച്ഛൻ മരിച്ചിട്ട് അധികം കഴിയുന്നതിന് മുമ്പ് അവളെ വടക്കേ ഇന്ത്യയിൽ ജോലിയുള്ള ഒരു യുവാവിന് വിവാഹം കഴിച്ചു കൊടുത്തു. ആ സമയത്ത് തങ്കം തൻ്റെ ഏട്ടത്തിയമ്മയ്ക്ക് എഴുതി. ലക്ഷ്മി എന്ന നാമവും തങ്കം എന്ന ഓമന പേരുമുള്ള ഏട്ടത്തിയുടെ അനുജത്തി ഇതാ മിസസ് നായരാകുന്നു. ഞങ്ങൾ അന്നു തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകും. ഇനി വരുമ്പോൾ അച്ഛൻ്റെ ഇല്ലത്ത് വെച്ച് രണ്ടുപേരെയും ഒരുമിച്ചു കാണാമെന്ന് ആശിക്കുന്നു. അനുഗ്രഹം തരൂ. പക്ഷേ അവളുടെ ആ പ്രാർത്ഥന സ്വീകരിക്കാൻ, ആ അനുഗ്രഹം കൊടുക്കാൻ ഒരിക്കലും തേതിക്കുട്ടിക്ക് ആയില്ല. പിന്നീട് മാനമ്പിള്ളി ഇല്ലം ഭാഗിച്ചതും ഇല്ലം അനുജൻ തിരുമേനിക്ക് കിട്ടിയതുമൊക്കെ തങ്കം അറിഞ്ഞു. അനിയൻ തിരുമേനി കനത്ത സ്ത്രീധനം വാങ്ങി ഒരു പരിഷ്കാരി പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ഉണ്ണി നമ്പൂതിരിയെ ഒരുപാട് പേർ നിർബന്ധിച്ചെങ്കിലും മറ്റൊരു വേളി കഴിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ചെങ്ങനാട്ടപ്പന് സർവസ്വവും സമർപ്പിച്ച് നിസ്വനായി അദ്ദേഹം ജീവിച്ചു. ഒരിക്കൽ അനിയൻ തിരുമേനി ഏട്ടത്തിയെ മാനമ്പിള്ളിയിലേക്ക് ക്ഷണിച്ചു. പക്ഷേ പഴയതുപോലെ അകത്തളത്തിലെ ഇരുട്ടറയിൽ കഴിയാൻ സാധിക്കില്ലെന്നും എല്ലാ സ്വാതന്ത്ര്യത്തോടും ജീവിക്കാമെന്ന സമ്മതത്തോടെ ഉണ്ണി നമ്പൂതിരി വന്ന് വിളിച്ചാൽ വരാമെന്നും പറഞ്ഞ് അവൾ അനിയൻ തിരുമേനിയെ തിരിച്ചയച്ചു. പതുക്കെ കുടുംബജീവിതത്തിൻ്റെ തിരക്കിൽപ്പെട്ട് തങ്കവും അവളുടെ ഏട്ടത്തിയെ മറന്നു. 1942 ഒരു സംഭവമുണ്ടായി. അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങൾക്കു കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം. വീരവാനരസേന എന്ന 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ ഒരു സംഘമുണ്ടായിരുന്നു. അതിലൊരു ബാലൻ ക്ലോക്ക് ടവറിന് മുകളിലേക്ക് ത്രിവർണ്ണ പതാകയും മാറത്തടുക്കി പിടിച്ചു കയറി. പോലീസുകാർ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ആ കുട്ടിയെ വെടിവെച്ചു താഴെയിട്ടു. നാരീ സേവാ സമിതിയിലെ ഒരു സ്ത്രീ ആൾക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി മുന്നോട്ട് വന്ന് ആ കുട്ടിയെ വാരിയെടുത്തു. പോലീസുകാർ ആ കുട്ടിയുടെ ശരീരം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ലാത്തിയടിയേറ്റ് തല പൊട്ടിയിട്ടും വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിട്ടും വലിച്ച് നിലത്തിട്ട് ചവിട്ടിയിട്ടും അവർ ആ കുഞ്ഞിൻ്റെ ശരീരം കൈവെടിഞ്ഞില്ല. ഈ സംഭവം കണ്ടുകൊണ്ട് നിന്ന മിസസ് നായർ ആ ധീര വനിത ആരാണെന്ന് അന്വേഷിച്ചു. ഗാന്ധിജിയുടെ അനുയായിയായ ദേവി ബഹനാണ് അവർ എന്ന് അറിഞ്ഞു. ഒരു ഞെട്ടലോടെ അത് തൻ്റെ ഏട്ടത്തിയാണെന്ന് അവർ മനസ്സിലാക്കി. ഗാന്ധിജിയുടെ ഉത്തമ ശിഷ്യയായിരുന്ന ദേവി ബഹൻ സുമിത്രാനന്ദ സരസ്വതിയായി മാറിയതിനു പിന്നിൽ ഒരു കഥയുണ്ട്. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നു വന്ന ഒരു ബാലികയെ തങ്കത്തെപ്പോലെ കണ്ട് തങ്കം എന്ന് വിളിച്ച് ദേവി ബഹൻ സ്നേഹിച്ചു. പക്ഷേ ദേവി ബഹൻ്റെ വിശ്വാസത്തെ മറികടന്ന് അവിഹിതമായി ഗർഭം ധരിച്ച ആ പെൺകുട്ടി തൻ്റെ കുഞ്ഞിനെ ഞെക്കിക്കൊല്ലുന്നത് ദേവി ബഹൻ കാണുകയുണ്ടായി.
അവർ ആകെ തകർന്നുപോയി. ആശ്രമത്തിൽ സംഭവിച്ച എല്ലാ തെറ്റിനും താനാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ തപസ്സു ചെയ്ത് ആ തെറ്റിൻ്റെ കറ കഴുകിക്കളയാൻ അവർ തയ്യാറായി. വളരെ ദിവസങ്ങൾ ഉപവാസം കിടന്നതിന് ശേഷം ദേശാന്തരങ്ങളിൽ യാത്ര ചെയ്ത് ഒടുവിൽ സ്വാമി ശുദ്ധാനന്ദ സരസ്വതിയുടെ ആശ്രമത്തിലെത്തി ശിഷ്യത്വം സ്വീകരിച്ച് സുമിത്രാനന്ദ സരസ്വതിയായി. ഒരിക്കൽ തൻ്റെ കൊച്ചുമകളുമായി തങ്കം നായർ നാട്ടിലെത്തി. ബ്രഹ്മത്തിൽ ലയിച്ച് ബ്രഹ്മത്തിൽ ജീവിക്കുന്ന ഉണ്ണി നമ്പൂതിരി തങ്കത്തെ കണ്ട് വളരെ സന്തോഷിച്ചു. ദേവുവിനെ അദ്ദേഹം മാറോടണച്ച് ഓമനിച്ചു. പിന്നീട് ഉണ്ണി നമ്പൂതിരിയുടെ മരണവൃത്താന്തം അറിയിച്ച് അനിയൻ നമ്പൂതിരി അയച്ച കത്തിനൊപ്പം ഒരു പാഴ്സൽ കൂടി ഉണ്ടായിരുന്നു. തങ്കത്തിൻ്റെ മേൽവിലാസം എഴുതി ഉണ്ണി നമ്പൂതിരി സൂക്ഷിച്ച ഒരു പാഴ്സലായിരുന്നു അത്. ഉണ്ണി നമ്പൂതിരി തേതിയേട്ടത്തിയുടെ കഴുത്തിലണിയിച്ച മംഗല്യസൂത്രം സന്യാസം സ്വീകരിച്ച സമയം തിരിച്ചേൽപ്പിച്ചുകൊണ്ട് തേതി എഴുതിയ കത്തും ഈ താലിയുമായിരുന്നു ആ പാഴ്സലിൽ ഉണ്ടായിരുന്നത്. ഒപ്പം തൻ്റെ പിണ്ഡകർമ്മങ്ങൾ തങ്കത്തിൻ്റെ പൗത്രി നടത്തിയാൽ താൻ തൃപ്തനാകുമെന്നും തൻ്റെ ഏക ഭൗതിക സ്വത്തായി കത്തിനൊപ്പം വെച്ചിരിക്കുന്ന വസ്തു സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം എന്നും എഴുതിയ ഒരു കത്തും പാഴ്സലിനൊപ്പം ഉണ്ടായിരുന്നു. ഒടുവിൽ തങ്കം തൻ്റെ പൗത്രിയെക്കൊണ്ട് കർമ്മങ്ങൾ തങ്കത്തിൻ്റെ മകൻ അപ്പു ഗംഗയുടെ പുണ്യജലത്തിൽ ഉണ്ണിയേട്ടൻ്റെ അസ്ഥി ശകലം ഒഴുക്കി. തീർത്ഥഘട്ടത്തിലെ പടിയിലിരിക്കുന്ന യോഗിനി തൻ്റെ ഏട്ടത്തിയാണെന്ന് തോന്നി. പക്ഷേ സന്യാസിനി അതു സമ്മതിച്ചില്ല. അസ്വസ്ഥതയോടെ മാതാജി അതു നിരസിച്ചു. പക്ഷേ പിന്നീട് അപ്പുവിനെയും കൂട്ടി മാതാജിയെ കാണാൻ തങ്കം യോഗിനി മഠത്തിലെത്തി. ഉണ്ണി നമ്പൂതിരിയുടെ മരണശേഷം തങ്കത്തിൻ്റെ കയ്യിൽ എത്തപ്പെട്ട ആ മംഗല്യസൂത്രവും താലിയും അവർ യോഗിനി മാതാവിൻ്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു. യാതൊരു ഭാവഭേദവും കൂടാതെ അവർ ആ സ്വർണം അഗ്നിയിൽ സ്ഫുടം ചെയ്ത് പരിശുദ്ധമാക്കി തങ്കത്തിൻ്റെ കൊച്ചുമകളുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, കുട്ടി ഇതാ ഇത് വാങ്ങൂ, ഇത് തനി തങ്കമാണ്, കലർപ്പ് കൂട്ടരുത്, ഉരുക്കിയടിച്ച് നിന്റെ തലമുറയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ പണിയൂ, ഒന്ന് സൂക്ഷിക്കണം, ഒരിക്കലും ഇതിൻ്റെ മാറ്റ് കുറയ്ക്കരുത്.